നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ കെയർഫുൾ ആയിട്ട് വേണം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് അവർ കാശ് ഉണ്ടാക്കിയിട്ട് പോകും. ആരാണ്, എന്താണ് സംഭവം എന്നുള്ളത് വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കണ്ട. എന്താണ് സംഭവം എന്ന് പറയാം. യൂട്യൂബിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ, എവിടെയാണെന്നുണ്ടെങ്കിലും പ്രൊമോഷൻസ് കിട്ടിയെങ്കിൽ മാത്രമേ മുമ്പോട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പിടിച്ചു നിന്ന് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് യൂട്യൂബോ ഫേസ്ബുക്കോ ഒക്കെ മെയിൻ വരുമാന മാർഗമായിട്ട് എടുത്തിട്ടുള്ളവർക്ക് അറിയാം, പ്രൊമോഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അപ്പോൾ പ്രൊമോഷൻ എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രൊമോഷനിലൂടെ തന്നെയാണ് ഈ പണികൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല ക്രിയേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പല ക്രിയേറ്റേഴ്സിന്റെയും വീഡിയോകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം അവരുടെ പോലും പെർമിഷൻ ഇല്ലാതെ, അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഉള്ള അറിവില്ലായ്മയെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ട് ചില കമ്പനികൾ അവരുടെ വീഡിയോകൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വീഡിയോകൾ എടുത്തിട്ട് ബൂസ്റ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന പല കമ്പനികളുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കൺമുമ്പിലും അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു പ്രൊമോഷൻ വന്നു. അതൊരു ബാർട്ടർ പ്രൊമോഷൻ ആണ്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, വലിയ കുഴപ്പമില്ല എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പൊ കമ്പനിയുമായിട്ട് സംസാരിച്ചു. ബാർട്ടർ പ്രൊമോഷൻ, റീൽസ് പ്ലസ് ഷോർട്സ്, ഇതാണ് ഡീല്. അപ്പൊ അവരോട് പ്രൊഡക്റ്റ് അയച്ചോളാം പറഞ്ഞു. പ്രൊഡക്റ്റ് അയച്ചു. അപ്പൊ ഇതിന് മുമ്പായിട്ടൊരു മെയിൽ അവർ അയച്ചായിരുന്നു. അപ്പൊ ഈ ഒരു നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ, ഒരു എഗ്രിമെന്റ്. അപ്പൊ ഞാനത് ഓക്കെ ഐ കൺഫേംഡ് എന്ന് പറഞ്ഞ് അതിന് റിപ്ലൈ കൊടുത്തു. ഞാൻ ആ മെയിൽ മൊത്തത്തിൽ വായിച്ചു നോക്കാൻ പോയില്ല. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ റിസീവ് ആയതിനു ശേഷം ആണ് ഞാൻ സത്യത്തിൽ ആ മെയിൽ വീണ്ടും ഒന്ന് തുറന്ന് വായിച്ചു നോക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാര്യം മെൻഷൻ ചെയ്തത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ നമ്മളോട് പറയുന്നത് ലൈഫ് ടൈം യൂസേജ് ലൈസൻസ് നമ്മൾ അവർക്ക് കൊടുക്കണം. ആ എഗ്രിമെന്റിലൂടെ നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ടൈം യൂസേജ് ലൈസൻസ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ, അത് നമ്മുടെ വീഡിയോ ആണ്. അതിൽ അവർക്കൊരു ലൈസൻസും ഇല്ല. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള ആ ഒരു വീഡിയോയുടെ ഫുൾ കോപ്പി റൈറ്റും അതിന്റെ ഫുൾ ഓണർഷിപ്പും നമുക്ക് മാത്രമാണ് ഉള്ളത്. പക്ഷേ ചില കമ്പനികൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നതെന്ന് അറിയോ, ഇവർ ഈ എഗ്രിമെന്റിനുള്ളിൽ ലൈഫ് ടൈം യൂസേജ് ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം എഴുതി ചേർക്കും. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അപ്പം ഇതിലൂടെ ഇവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കണ്ടന്റ് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ്. അത് 1 മാസമോ 2 മാസമോ ഒന്നുമല്ല, ലൈഫ് ടൈമിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കമ്പനി ഇപ്പം ഓക്കെ ആണെന്ന് വിചാരിച്ചോളൂ, ഇപ്പം നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു കമ്പനിയാണ്. 4 വർഷം കഴിയുമ്പോൾ ഇതിന്റെ അവസ്ഥ എന്താവും നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല. നമ്മൾ ലൈഫ് ടൈം യൂസേജ് ലൈസൻസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവര് 4 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി, ഉടായ്പ കാണിച്ച് മാർക്കറ്റിൽ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അന്നും നമ്മുടെ അഡ്വർടൈസ്മെന്റ്, നമ്മുടെ കോണ്ടന്റ് വെച്ചിട്ട് ഇവർ അഡ്വർടൈസ് ചെയ്തിട്ട് അന്നും പൈസ ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു തട്ടിപ്പിൽ നിങ്ങൾ ആരും വീഴരുത്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഒരാൾ പോലും വീഴരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങളെ സമീപിക്കുന്ന കമ്പനികൾ എന്ത് പ്ലാനിലാണ് നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. ചിലർ വന്നിട്ട് നല്ല പൈസയൊക്കെ ഓഫർ ചെയ്യും. അവരുടെ മനസ്സിലെ ദുരുദ്ദേശം എന്താണെന്ന് ഇവിടെ മനസ്സിലായിക്കോണം. അതേപോലെ തന്നെ ഈ ബെറ്റിംഗ് ആപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കുറെ വീഡിയോകൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അഡ്വർടൈസ്മെന്റുകളാണ് ഈ കാണുന്നത്. അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒരു വീഡിയോ ചെയ്തു, അതിനുശേഷം ആ വീഡിയോയുടെ ഫുൾ ലൈസൻസ് അവരെടുത്തിട്ട് നേരെ ഇത് അഡ്വർടൈസ് ചെയ്യുകയാണ്. ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മെറ്റ ആഡ്സോ വെച്ചിട്ട് നേരെ ഇത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മില്യൺസ് ആളുകളിലേക്കാണ് എത്തുന്നത്. അതായത് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആ വീഡിയോയ്ക്ക് 100 വ്യൂ വന്നുള്ളെങ്കിലും ആ ഒരു വീഡിയോ വെച്ചിട്ട്, ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് അവർ മില്യൺസ് ആളുകളിലേക്ക് അത് ബൂസ്റ്റ് ചെയ്ത് വിടും. ഈ ബൂസ്റ്റ് ചെയ്ത് വിടുമ്പോൾ അതിലൂടെ ഇവർക്ക് നല്ല രീതിയിൽ കൺവേർഷൻ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് വ്യൂ കുറവാണ്, 10,000 വ്യൂവേ വരുന്നുള്ളൂ, അല്ലെ 1000 വ്യൂവേ ഉള്ളൂ, അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ വീഡിയോ ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യും. കാരണം നമ്മുടെ ചിന്ത അങ്ങനെയാണ്. പക്ഷേ അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ, നമ്മളിപ്പോലൊരു ക്രിയേറ്റർ അവരുടെ ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അവരത് വെച്ചിട്ടാണ് മുതലെടുക്കുന്നത്. മനസ്സിലായി? അപ്പൊ ഇനി ഏത് കമ്പനി വന്നെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു എഗ്രിമെന്റുമായിട്ട് അവർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മൊത്തം വായിച്ചു നോക്കണം. ഏത് എഗ്രിമെന്റ് ആണെങ്കിലും അതിനകത്ത് എന്തൊക്കെയാണ് ഉടായ്പ എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷമേ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്കാവൂ. നേരത്തെ ഈ എഗ്രിമെന്റ് പരിപാടിയൊന്നും അധികം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം മിക്ക ക്രിയേറ്റേഴ്സിനും ഇതേപോലുള്ള എഗ്രിമെന്റുകൾ സൈൻ ചെയ്തിട്ടാണ് അവർ പ്രൊമോഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എഗ്രിമെന്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഓരോ പോയിന്റ്സും വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ കമ്പനിയൊക്കെ പൊട്ടി പാളിഷായി പോകും. പക്ഷെങ്കിൽ അതിനുശേഷവും ഇവർ നമ്മളെ വെച്ചിട്ട് നമ്മുടെ പേര് കാണിച്ച് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് ഇവർ പൈസ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രൊമോഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് എഗ്രിമെന്റ് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിന്റെ ത്രൂവേ
വീഡിയോ ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മാസത്തെ അല്ലെ 2 മാസത്തെ 6 മാസത്തെ കണ്ടന്റ് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുക്കുക. അതല്ലാതെ ലൈഫ് ടൈം ലൈസൻസ് കൊടുക്കാതെ ഇരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലീഗലായിട്ട് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ സൈനും നമ്മുടെ എഗ്രിമെന്റിൽ നമ്മൾ അതിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. പിന്നീട് നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ ഇത് പല ക്രിയേറ്റേഴ്സിനും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിന് ഇതേപോലെ യൂസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്ട്രാ പേയ്മെന്റ് നിങ്ങൾ വാങ്ങണം. മനസ്സിലായോ? പെർ മന്ത് ഇത്രയും ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ലൈസൻസ് തരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെർ മന്ത് അല്ലെങ്കിൽ പെർ ഇയർ ചാർജ് ചെയ്തുകൊണ്ട് വേണം ഈ ലൈസൻസ് കൊടുക്കാൻ. ചെറിയ എമൗണ്ട് ആയിരിക്കരുത്, നല്ല എമൗണ്ട് തന്നെ വാങ്ങിയിട്ട് ഇത് ചെയ്യണം. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഒരു മ്യൂസിക് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു. യൂട്യൂബിന്റെ ഫ്രീ മ്യൂസിക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ആ മ്യൂസിക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കോപ്പിറൈറ്റ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ പോയി പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം. മനസ്സിലായോ? ഇതേപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് എടുത്തിട്ട് നാട്ടുകാർ മൊത്തം അല്ലെങ്കിൽ കമ്പനിക്കാർ മൊത്തം എടുത്തിട്ട് അലക്കുന്നു. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അത് ശരിയായിട്ടുള്ള ഒരു നടപടി? ഇതിനെല്ലാം ഒരു ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം സത്യത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മനസ്സിലാകാത്തതുകൊണ്ടാണ് പലരും പറ്റിക്കപ്പെടുന്നത്. ചുമ്മാ നിങ്ങൾ ഒരു കാര്യവും ചെയ്ത് ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല ഈ ഒരു ഫീൽഡിൽ. കാരണം ആരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും തരത്തില്ല. ഒരു സൗണ്ട് എഫക്ട് പോലും ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ അവർ ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്, കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഏതെങ്കിലും കുത്തക കമ്പനികൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോകളിൽ നമ്മൾ അവർക്ക് തന്നെ കൊടുക്കുകയാണ്, നിങ്ങൾ എടുത്ത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചോളാൻ പറഞ്ഞത്. മനസ്സിലായി? ആ ഒരു കാര്യത്തിന് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ കൊടുക്കരുത്. അഥവാ കൊടുത്താൽ അതിനും നിങ്ങൾ ചാർജ് ചെയ്യുക. ഇന്ന് നമ്മളൊരു പ്രൊമോഷൻ ചെയ്തു, നമ്മുടെ ചാനലിൽ മാത്രം അത് കടന്ന് ഒതുങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. നാളെ ഈ കമ്പനി ഒരു ഉടായ്പ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്ന് ഡീലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. പറയാൻ പറ്റത്തില്ല ഏത് കമ്പനി എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രൊമോഷൻ ചിലപ്പോൾ നാളെ ഫ്രോഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ റൈറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടന്റ് എടുത്തിട്ട് അവര് ആവശ്യമില്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്യുകയും പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഗ്രി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോ താഴെ കമന്റ് ചെയ്യും. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.